ഇത് പ്രസംഗ മത്സരത്തിനുള്ളൊരു വേദിയല്ല. അതുകൊണ്ട് നമ്മുടെ മുനീർ സാഹിബ് പറഞ്ഞതുപോലെ ഞാൻ അതിന് മുതിരുന്നില്ല. ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുക എന്നാണ്. കോട്ടയം പൗരാവലിക്ക് വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമ. എനിക്കായി വലിയ സന്തോഷമുണ്ട്. സൗഹൃദം, സമന്വയം, അല്ലേ, സമത്വം, ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന യാത്ര ഫെബ്രുവരി 11 തിരുവനന്തപുരത്തെത്തും. അപ്പോൾ സൗഹൃദത്തിൻ്റെ സന്ദേശം കേരള വ്യാപകമായി ആ സന്ദേശം പരത്താൻ കഴിയുന്നു അദ്ദേഹത്തിന് എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. തീർച്ചയായും ഒരു വലിയ മാറ്റം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കുവാൻ അതിന് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് സൗഹൃദം ആണല്ലോ നമുക്ക് ആവശ്യം. പക്ഷെ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു? സൗഹൃദത്തിന് പകരം വിദ്വേഷം, പക, ഗൂഢാലോചനകൾ, വ്യക്തിഹത്യ, ഇതാണല്ലോ ഇന്നത്തെ രാഷ്ട്രീയമൊക്കെ എത്തി നിൽക്കുന്നത്. അവിടെയാണ് വാസ്തവത്തിൽ എത്രമാത്രം നമ്മുടെ സമൂഹം പൊതുവേ എന്ന് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയ മണ്ഡലം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന് അതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സമന്വയത്തിൻ്റെ ഒരു നേതാവായി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് പറയുമ്പോൾ സമവായത്തിൻ്റെ ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കേരള മന്ത്രിസഭയിലെ സമവായത്തിൻ്റെ ആളാണ്. കേരള രാഷ്ട്രീയത്തിലെ സമവായത്തിൻ്റെ ആളാണ്. എവിടെ തർക്കമുണ്ടോ, എവിടെ പിണക്കമുണ്ടോ അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തും. പിണക്കം തീർക്കും, തർക്കം തീർക്കും, രമ്യത കൈവരുത്തും. അത് UDF-ലായാലും മന്ത്രിസഭയിലായാലും എല്ലാവരെയും തമ്മിൽ യോജിപ്പിക്കുന്നൊരു കണ്ണിയാണ്, സമന്വയിപ്പിക്കുന്നൊരു ശക്തിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് ഞാൻ പ്രത്യേകം പറയുവാൻ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണ്. ഈ രാഷ്ട്രീയത്തിൽ പലരെയും വിശ്വസിക്കാൻ കഴിയില്ല. അവരിങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ച് പുണരുകയും അതേ സമയത്ത് കുതികാല് കൊണ്ട് ചവിട്ടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ഓപ്പണായി പറയാ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നമ്പാൻ കൊള്ളുന്നൊരു നേതാവ്. കൂടെ നിന്നാൽ ചതിക്കുകയില്ല. നമുക്ക് ധൈര്യമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ, ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷമായി, ഒരു അരനൂറ്റാണ്ട് കാലമായി കാണും, അത്രയില്ലെങ്കിൽ ഒരു 4 പതിറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടെ നിന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്, അതിന് മാറ്റമില്ല, ചതിയില്ല, വഞ്ചനയില്ല, രണ്ട് മുഖമില്ല, ഉള്ളത് പറയും, നേരെ പറയും. അതാണ് ഒരു നല്ല ലക്ഷണം, ഒരു പുരുഷ ലക്ഷണം, നല്ല രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷണം അതാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ പറഞ്ഞാൽ എനിക്കുള്ള സ്നേഹം അതാണ്. നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയം എന്താ വന്നിരിക്കുന്നത്? ഇപ്പം സ്നേഹത്തിന് പകരം അട്ടിമറി രാഷ്ട്രീയമായി ഇപ്പം നടക്കുന്നത്. അട്ടിമറിക്കുക, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക. ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ ന്യൂസ് കണ്ടതാണ്, സരിത രംഗത്ത് വന്നിരിക്കുന്നു, സരിതയുടെ അടുത്ത് ചെന്നിരിക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുകയാണെങ്കിൽ നിനക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടൊരാൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. 10 കോടി. അയ്യോ, ഞാൻ കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പം 10 കോടി, ഇത് എവിടുന്ന് എന്ത് എളുപ്പമാണ്? ആരാ? ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയ CPM-ന്റെ സമുന്നത നേതാവായ P. ജയരാജനാണ് സരിതയുടെ അടുത്ത് അന്ന് ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ തരാമെന്ന് 10 കോടി രൂപ തരാമെന്ന് പറഞ്ഞതായിട്ടാണ് ഇന്നത്തെ പത്ര റിപ്പോർട്ട്. കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ഞാൻ ചോദിക്കുക. സരിതയെ ഉപയോഗിച്ചുകൊണ്ടുപോലും ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ മാർക്സിസ്റ്റുകാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പിണറായിയോട് പറയാം, അതങ്ങ് വാങ്ങി വെച്ചാൽ മതി, നിങ്ങളെ കൊണ്ടൊന്നും ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനൊന്നും പറ്റില്ല. പാണ്ഡൻ നായയുടെ ശൗര്യം പണ്ടെപ്പോലെ വലിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ആ പഴയ ശൗര്യമൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഹരമൊന്നുമില്ല. പണ്ട് DYFI, SFI എന്നൊക്കെ പറഞ്ഞ് എന്തു ഹരമായിരുന്നു. ഇപ്പോൾ വല്ല ഹരമുണ്ടോ? ഒന്നുമില്ല. ആളുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് പോയിരിക്കുക. അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ
അവിടെ പ്രമേയത്തിൽ പറഞ്ഞു ഞങ്ങൾ ആക്റ്റീവ് മെമ്പേഴ്സ് 8% നഷ്ടപ്പെട്ടിരിക്കുന്നു, ഓർഡിനറി മെമ്പേഴ്സ് 15% നഷ്ടപ്പെട്ടിരിക്കുന്നു, DYFI 20 ലക്ഷം ആളുകൾ ഞങ്ങൾ പൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇത് അവിടെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രമേയമാണ്. അപ്പോൾ ആളുകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കാലിനടിയിൽ നിന്ന് മണ്ണ് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി കയ്യും കാലും വിട്ട് അടിക്കുന്നൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഇവരെ കൊണ്ട് വല്ലതും ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വല്ലതും പറ്റുമോ? അതുകൊണ്ട് അട്ടിമറിയൊക്കെ കൈ വെച്ചാൽ മതി. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങളത് അനുവദിക്കുകയില്ല. കേരളത്തിൽ ഏറ്റവും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനപ്രീതിയുള്ളൊരു ഗവൺമെൻറ്റായത്, യാതൊരു സംശയവുമില്ല. ജനങ്ങൾക്ക് വേണ്ടി അത്രമാത്രം കാര്യങ്ങൾ ചെയ്തു. കേരളത്തിൻ്റെ സ്ഥായിയായ വികസനം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റി പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിന് സ്ഥായിയായ പങ്ക് നൽകിയ ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന്, കേരളത്തിൻ്റെ പൊതുവികസനത്തിന് സ്ഥായിയായ പങ്ക് അദ്ദേഹം നൽകുകയുണ്ടായി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനമുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞകാല ഭരണം UDF കേരളത്തിൻ്റെ വികസനം എത്രമാത്രം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. എന്തെല്ലാം വികസനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വിഴിഞ്ഞം തുറമുഖം, എറണാകുളം സ്മാർട്ട് സിറ്റി, എറണാകുളം മെട്രോ, ലൈറ്റ് മെട്രോ, നമ്മുടെ കണ്ണൂർ വിമാനത്താവളം, ഇങ്ങനെയങ്ങ് പോകുന്നു. പറഞ്ഞാൽ 5 മെഡിക്കൽ കോളേജുകൾ, 2 ദന്തൽ കോളേജുകൾ, എല്ലാം പറഞ്ഞാൽ തീരാത്തവണ്ണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വികസനത്തിൻ്റെ ഒരു പെരുമഴയാണ് നടക്കുന്നത്. വികസന രംഗത്ത് വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. നമുക്ക് വലിയ സന്തോഷമല്ലേ അത്? കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ സാമ്പത്തിക വളർച്ച കേരളത്തിലാണ്. സാമ്പത്തിക വളർച്ച എല്ലാ സംസ്ഥാനങ്ങളുടെയും മുന്നിൽ നിൽക്കുകയാണ് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ. ഇതൊക്കെ നമുക്ക് വലിയ അഭിമാനത്തിന് വക നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ UDF ഗവൺമെൻറ് കേരളത്തിലൊരു മാതൃകാ ഭരണം നടത്തുന്നു, മാതൃകാ ഗവൺമെൻറ്റായി പ്രവർത്തിക്കുന്നു. ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാം, അട്ടിമറിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുക. നമുക്കാവശ്യം UDFനെ ശക്തീകരിക്കുകയാണ്, UDF ഗവൺമെൻറ്റിനെ ശക്തമാക്കുകയാണ്. അതിന് നമുക്കെല്ലാവർക്കും ഹോൾ ഹാർട്ടഡായി എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് UDFനെ ശക്തമാക്കാം. UDFനെ ശക്തമാക്കുന്നതിന് ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഈ നവകേരളമല്ല, നവകേരളം പിണറായിയുടെയാണ്. 6 പതിറ്റാണ്ട് കാലത്ത് മാറി മാറി ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ട് നവകേരളം നിർമ്മിക്കാൻ കഴിയാത്തവരായി ഇനി നവകേരളവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നവർ. ഇവരെ കൊണ്ട് നവകേരളം സൃഷ്ടിക്കാൻ കഴിയുമോ? ഇല്ല. നവകേരളം, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നവകേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന്. ഇനി കാണാൻ പോവുകയാണ് നവകേരളം. അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമേ അത് സൃഷ്ടിക്കാൻ കഴിയൂ. ഇടതുപക്ഷത്തിന് ഇത് കഴിയുകയില്ല. അവരെ അക്രമത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്, അല്ലേ? അക്രമമാണ്. ഇപ്പം കാരായി ബ്രദേഴ്സ് ഫസൽ വധം, കാരായി ബ്രദേഴ്സ്, അവർ കാരായി ബ്രദേഴ്സിനെ അങ്ങോട്ട് പുണ്യവാളന്മാരെ പോലെയല്ലേ വാഴ്ത്തിയിരിക്കുന്നത്. ഒരു ബ്രദറിനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാക്കി, വേറൊരു ബ്രദറിനെ തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനാക്കി. കാരായി ബ്രദേഴ്സിനെ ഹൈക്കോടതി പോലും ജാമ്യം കൊടുത്തില്ല. ഫസൽ വധം, നിഷ്ഠൂരമായ ആ വധം നടത്തിയ 2 ബ്രദേഴ്സിനെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ വലിയ പൂജിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ കേരളത്തിൽ കാണുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലും കൊലയും, കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, കിരാതമായ ആ വ്യവസ്ഥിതി, കിരാത വ്യവസ്ഥിതി, അതിലാണ് ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി, കിരാത സംസ്കാരമാണ് ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അക്രമത്തിൻ്റെ പാതയിലൂടെയാണ് അവരിന്നും സഞ്ചരിക്കുന്നത്. അത് നമുക്ക് അവർ ഭൂഷണമല്ല. നമുക്കാവശ്യമായിട്ടുള്ള സൗഹൃദമാണ്, നമുക്കാവശ്യമായിട്ടുള്ള സമന്വയമാണ്. ആ ഒരു 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 മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ യാത്ര നടത്തുന്നത്. ഈ യാത്ര വലിയൊരു വിപ്ലവം തന്നെ, ഒരു നമ്മുടെ ചിന്തയിൽ തന്നെ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുവാനിത് കാരണമാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എല്ലാ ഭാവുകങ്ങൾ ഞാൻ നേർന്നുകൊണ്ട്, ജാഥായിക്ക് എല്ലാ
വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.